விட்டேனா அதை பெரிய துக்கமாக பேசுகிறார்கள். என்ன ஒப்படியா? வாரம் அமைச்சரே வாரம். ബോഡി ലാംഗ്വേജ് ഇരിക്കാനാണ് அமைச்சரே உத்தரவு பண்ணா. எல்லோரும் தயாராக இருக்கிறீர்களா? ആ തുണി എന്തിനായിട്ടാണ് അതിനാണ് തുണി ഇട്ടത്. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി കുറേ ആയിട്ട് എല്ലാ മൂവിയുടെയും താഴെ ഒരു കമന്റ് മസ്റ്റ് ആണ് ഈ മൂവി റിയാക്ഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചധികം മൂവീസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഹയസ്റ്റ് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. ശരി, കുറച്ചധികം 2 ഇട്ടുണ്ടായിരുന്നു. അയ്യോ, തെന്നാലിയുടെ കൂടെ മാത്രമേ ഇട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ തെന്നാലിയും ഈ മൂവിയും കൂടിയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് രണ്ടുമാണ് ഹയസ്റ്റ് ആയിട്ട് നമുക്ക് സജഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഹയസ്റ്റ് ആയിട്ട് വന്ന മൂവിയാണ് ഇംസൈ അരസൻ 23M പുലിക്കേസി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയിട്ട് വായിച്ചു നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം മനസ്സിലാക്കിയത്. വടിവേലുവിന്റെ മെയിൻ, അതായത് നമ്മൾ പറയില്ലേ, ഒരു മെയിൻ ആയിട്ട് ക്യാരക്ടറായിട്ട് ചെയ്തൊരു പടം കൂടിയാണത്. അതായത് സോളോ ലീഡിൽ വന്ന പടം കൂടിയാണ്. ആൻഡ് ഇതൊരു ഹിസ്റ്റോറിക്കൽ കോമഡി പടം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലുക്കും സംഭവങ്ങളൊക്കെ തമ്മിലേക്ക് കാണുന്നതിന് മനസ്സിലാവുന്നുണ്ട്. അതായത് ആ ഒരു രാജാപ്പാട്ട് അല്ലെങ്കിൽ രാജാവിന്റെ ആ ഒരു ലുക്കൊക്കെയാണ് ഉള്ളത്. പിന്നെ അദ്ദേഹം ചെയ്യുന്ന സമയത്ത് എന്തായാലും അതൊരു കോമഡി റോളും കൂടി ആയിരിക്കും. നമുക്കറിയാലോ, ഒരുപാട് നമ്മൾ തന്നെ ഇപ്പൊ അടുത്ത് കുറെ സിനിമകളിൽ തന്നെ ആ ഒരു കോമ്പിനേഷൻ കണ്ടതുമാണ്. നല്ല നല്ല കോമഡി സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് കുറച്ച് വായിക്കാം. കാരണം എല്ലാവരുടെയും പേര് നമുക്ക് അറിയുന്നതല്ല. പിന്നെ നമുക്ക് അറിയുന്ന ആക്ടേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതൊരു കോമഡി, പൊളിറ്റിക്കൽ കോമഡി, എന്തോ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ കാര്യങ്ങളൊന്ന് വായിക്കാം. 2006 ഇറങ്ങിയ പടമാണ്. തമിഴ് ലാംഗ്വേജ് ഹിസ്റ്റോറിക്കൽ കോമഡി ഫിലിം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ചിമ്പു ദേവൻ ഇൻ ഹിസ് ഡയറക്ടർ ഡെബ്യൂട്ട്. ഫസ്റ്റ് ടൈം ആയിട്ട്. യെസ്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വടിവേലു ഫസ്റ്റ് ലീഡ് ആക്ടർ ആയിട്ട് അഭിനയിച്ച സിനിമയാണ്. മോണിക്ക ആൻഡ് തേജശ്രീ പ്ലേ ദ ഫീമെയിൽ ലീഡ് ആൻഡ് വൈൽ മനോരമ, നാസർ, ഇളവരസ്, ശ്രീമാൻ ആൻഡ് നാഗേഷ് പ്ലേ സപ്പോർട്ടിംഗ് റോൾസ്. യെസ്, അവർ നമ്മളെ ഇന്ത്യൻ മൂവിന്റെ അകത്ത് ഉണ്ടായിരുന്നു അല്ലെ. ആൻഡ് സബേഷ് മുരളി കമ്പോസ് ദ സൗണ്ട് ട്രാക്ക്, ആൽബം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് സബേഷ് മുരളിയാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഇത്രയാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് കൊമ്പൻ മീശയൊക്കെ ആയിട്ടല്ലേ നമ്മളുടെ ജഗതി ചേട്ടനില്ലേ, പിന്നെ നമുക്കറിയാലോ ആ സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോമഡി കിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ സമയത്ത് പറയുന്നത് മലയാളത്തിൽ എപ്പോഴും ജഗതി ചേട്ടൻ തന്നെയാണ്. അതുപോലെ വടിവേലും ആ ഒരു സ്ഥാനത്തിന് അർഹനാണ്. കാരണം ഒരുപാട് സിനിമകളിൽ കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു എന്താ പറയുക സൗണ്ട് മോഡുലേഷനും എല്ലാം കൊണ്ട് ഭയങ്കര മെയിൻ ആക്ടേഴ്സിനെക്കാളും ചില മൂവിയിലൊക്കെ പുള്ളിക്കാരൻ സ്കോർ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ സിനിമയിൽ പറയാൻ പോകുന്നത്. കാരണം ഹിസ്റ്റോറിക്കൽ, പക്ഷെ നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഈ മൂവി മനസ്സിലാവില്ലെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു തമിഴ് സംഭവങ്ങളൊക്കെ കുറച്ച് പഴയകാല തമിഴാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് പൊന്നിയിൻ സെൽവനൊക്കെ കണ്ടതല്ലേ, നമുക്ക് മനസ്സിലാവില്ലേ? പൊന്നിയിൻ സെൽവൻ തമിഴ് തന്നെയാണ് കണ്ടത്. നമ്മള് തമിഴ് തന്നെ കണ്ടത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം തമിഴ് സംസാരിക്കാൻ പ്രശ്നമില്ല. പിന്നെ എനിക്ക് നല്ലോണം മനസ്സിലായി. എനിക്ക് എന്താ പറയാ, വായിക്കാനും അറിയാം, പറയാൻ മാത്രമേ വായിക്കാൻ അറിയാം, നന്നായിട്ട് വായിക്കാൻ അറിയാം. അതായത് ആ ഒരു ഭയങ്കര സ്പീഡിലല്ല, പക്ഷെ എന്നാലും എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ വേണ്ടി മനസ്സിലാവും. ആൻഡ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ തമിഴിൽ സംസാരിക്കും. ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എനിക്കൊരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ചാൽ മറ്റേതല്ല കേട്ടോ. അങ്ങനെ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് തന്നെ എന്താ പറയാ തമിഴ് മൂവീസും മറ്റേതൊക്കെ തമിഴൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആൻഡ് ബീങ് എ കേരള അല്ലെ, നമ്മള് മലയാളികളായതുകൊണ്ട് നമുക്ക് ഓൾറെഡി തമിഴ് സിനിമകൾ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് ശീലമുള്ളവരാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. നിങ്ങൾ വന്നിട്ടെന്തെങ്കിലും മനസ്സിലായില്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. മനസ്സിലാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലെ, അറിയുന്നവരെ വന്ന് പറയാം, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും നേരെ സീനിട്ട് പോവാം. ഇൻട്രോ സീനിലോട്ട് തുടങ്ങാം. റെഡി അല്ലേ? മലയാളം എങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതങ്ങനെയാണ് എപ്പോഴും. തുടങ്ങിയാലോ? 18ஆம் நூற்றாண்டின் பிற்பகுதி நாம் இந்தியாவிற்குள் வியாபாரம் செய்வதற்காக நுழைந்த ஆங்கிலேயர்கள் மெல்ல நம் அருகில் அமர்ந்து பின் தோளில் அமர்ந்து இறுதியில் நம் தலைமீதே ஏறி நம்மை அடிமைப்படுத்தி ஆக்கிரமித்த நேரம்.
பிரிட்டிஷ் ரூலிங்ஸ். கட்டப்பம்மன், மருது சகோதரர்கள், தீரன் சின்னமலை போன்ற சரித்திர புருஷர்கள் வெள்ளையர்களின் கனவு கோட்டைகளை ஆட்டம் காண வைத்து வீர மரணம் அடைந்தனர். என்றாலும் பாளையக்காரர்கள் எனப்பட்ட பல குறுநில மன்னர்கள் வெவ்வேறு சூழ்நிலை காரணமாக வெள்ளையர்களுக்கு சுதி தப்பாமல் ஜால்ரா போட்டனர். இக்கதையும் அப்படிப்பட்ட ஒரு குறுநில மன்னனை பற்றிய புனைவு കഥയെ. ആ സമയത്ത് ഒരു കഥയായിട്ടാണ് പറഞ്ഞേക്കണത്. ബ്രിട്ടീഷ് റൂളിംഗിന്റെ അങ്ങനെ പറയുന്നുണ്ട്. 1770 BC ആണോ? പഴയ കഥ. ഡ്രസ്സൊക്കെ ഉണ്ടോ? അല്ല വേറെ ആള്. അല്ല, ഡ്രസ് ആ ഒരു സ്റ്റൈൽ അല്ലേ? ഒരു രാജാപ്പാട്ട്. പഴയകാലത്ത് അവരുടെ ഡ്രസ് നമ്മൾ കാണുന്ന മറ്റേ സ്റ്റൈലിലായതുകൊണ്ടല്ലേ ഇതൊക്കെ പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കാം. பதட்டமாக இருக்கிறது வைத்துள்ளதே, பதட்டமாக இருக்கிறது. எதற்காக பதட்டப்படுகிறீர்கள் பிரபு? பிறந்த 22 குழந்தைகளும் இறந்து விட்டன என்பதனாலா? இல்லை என் அன்பு அக்காள் 8 மாதத்திலேயே பிரசவ வலி கண்டுவிட்டாள் என்பதனாலா? என்ன செய்ய, சிவகங்கை பாளையத்தில் நண்பர் முத்துவடுநாதன் பெருந்துணிச்சலோடு வெள்ளையரை எதிர்த்து பரிகுடா இயக்கத்தை ஆரம்பித்து விட்டார். இன்னொரு பக்கம் ஹைதர் அலி வெள்ளையரை துவம்சம் செய்து கொண்டிருக்கிறார். நாமும் கணவனைக்கு வெள்ளையரை சூறையாட வேண்டாமா? அதற்கு எனக்கு ஒரு வாரிசு வேண்டாமா? വാരിസ് 22 പേരും മരിച്ചോ? എനിക്കൊരു വാരിസ് വേണമെന്ന് പറയുന്നു. 23ാമത്തെ കുട്ടി നോക്കിക്കാണോ? അതാണ് 23 എന്ന് പറയുന്നത്. 23rd. மகாமந்திரி, குழந்தை பிறந்துள்ளது, அதுவும் ஆண் குழந்தை. சந்தோஷம். நமக்கு இளவரசன். ഡബിളോ? இரட்டை குழந்தைகளா? ஆம் மந்திரி. ஒரு குழந்தையாக இருந்தால் தானே என் விருப்பப்படி அவனை வளர்த்து இந்த நாட்டையே வளைத்து போட முடியும். மருத்துவரே, நான் சொல்லும் வரை குழந்தை பிறந்த விஷயம் மன்னருக்கு தெரியக்கூடாது. ஓ, யாருக்கு? டபுள். ட்வின்ஸ். மகாமந்திரி, மந்திரிയാണ്. இந்த இரு குழந்தைகளின் ஜாதகங்களையும் பார்த்து விட்டேன். ரத்தன சுருக்கமாக சொல்ல வேண்டும் என்றால், மூத்த குழந்தை சொல் புத்தி, இரண்டாவது குழந்தை சுய புத்தி. வழி வழியாக வாரிசுகளை ராஜ்யத்தை ஆண்டு கொண்டிருக்கும் இந்த முட்டாள் சமுதாயத்தில் என்னை போன்றவர்கள் ஆள்வதற்கு வழியே இல்லை. பிறந்திருப்பது ராஜகுதிரை, அதன் கடிவாளத்தை இறுக்கி பிடிக்கின்ற சாரதியாக நான் தான் இருக்க வேண்டும். சொல் புத்தி, சுய புத்தி, இந்த ராஜ்யத்தை என் கைக்குள் கொண்டு வரும் திட்டத்திற்கு சொல் புத்தி குழந்தைதான் தேவை. மருத்துவரை, இரண்டாம் குழந்தையை கள்ளிப்பால் கொடுத்து. என்ன? ஆண் குழந்தைக்கு கள்ளிப்பாலா? மன்னிக்க வேண்டும் மகாமந்திரி, இது வளர்விரை காலம். இந்த சமயத்தில் பிறந்த குழந்தையை கொல்வது அரண்மனைக்கு நல்லதல்ல. எங்காவது கண்காணாத இடத்தில் தொலைத்து விடலாம். ஓ, அப்படியா? மருத்துவரே, மந்திரி, പാണ്ഡ്യ ദേശത്തിന്റെ നെല്ലേക്ക് പോയി വൈകയാറ്റിൽ എന്ന കുഴന്തയെ വിട്ടുവിടുങ്ങൾ. അയ്യോ, കൊന്നടാ എന്നൊക്കെ പറയുന്നല്ലേ. അതെന്താ വെച്ചാല് മറ്റേതാണ്, അദ്ദേഹത്തിന് റൂൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ഉള്ളില്. അതായത് ആ ഒരു സംഭവം വെച്ചിട്ട് അതാണ് സ്വൽബുദ്ധിയും സ്വയബുദ്ധിയും പറഞ്ഞത്. മറ്റേ ആൾക്കാണ് കുറച്ചും കൂടി മറ്റേതുള്ളത്. രണ്ട് വടിയിലുണ്ടോ? ഇപ്പൊ രണ്ടുപേരുണ്ടോ? எடுத்துக்கங்க. என்னடி இது இனிப்பு? ஒரு சந்தோஷமான சமாச்சாரங்க. நானே ஒரு பாவத்தை செஞ்சுட்டு வந்து நிக்கிறேன், இதுல இனிப்பு வேறியா? ஏன், என்னாச்சுங்க? நம்ம மொக்கையப்ப மகாராஜாவுக்கு ரெட்ட குழந்தை பிறந்தது. மந்திரி சங்கிலி மாயா அதுல ஒரு குழந்தைங்க. ഇവിടെ എടുത്താ ஆத்துக்கு குடிக்க போனா ஆத்தாளா பார்த்து இந்த குழந்தைய அனுப்பி வச்சா. ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന്. அடி பாதகி, என்னங்க என்ன காரியம் செஞ்சிருக்கிற? ஆத்துல நான் விட்டு அர்ஜுனோட குழந்தை இது. അതന്നെ തിരിച്ചിങ്ങോട്ട് ഇവരുടെ തെത്തി. பயமா இருக்கு. இந்த குழந்தைய நாம வளர்க்கறது சங்கிலி மாயனுக்கு தெரிஞ்சு போச்சுன்னா? ஏங்க, அரண்மனையில இருந்து 18 கல்லு தள்ளி தானே நம்ம குடியிருக்கோம். அதுக்கு கொஞ்ச நாள்ல நாம காஞ்சிபுரத்துக்கு குடி போக போறோம். ஏங்க, பிள்ளையே இல்லாத நாம இந்த பிள்ளைய வளர்க்கலாங்க. അതായത് അവിടെ തന്നെ ഏകദേശം കിട്ടി. ഇത് ആറ്റിലായതുകൊണ്ട് അധികം പോയില്ല. ഇവിടെ ഒരു കുട്ടി എന്നാ പറയുന്നേ. 22 குழந்தைகளுக்கு பின்
23வது நமக்கு ஆண்டவன் இந்த குழந்தையை கொடுத்திருக்கிறார். இந்த சோழபுரம் தவமிருந்து பெற்ற அற்புதமான இளவரசன் இவன். நான் ஒரு முறை ஹைதர் அலியை பார்க்க போன போது வழியில் புலிகேசிநாதன் கோயிலுக்கு சென்று பிள்ளைவரம் கேட்டு வேண்டிக் கொண்டேன். எனவே புலிகேசிநாதன் மரத்தால் பிறந்த நமது இளவரசனுக்கு 23வது புலிகேசி என்று பெயர் ஏதோ பூச்சி கடித்திருக்கலாம் என்று நினைக்கிறேன். அதை கூட கவனிக்காமல் என்ன செய்கிறீர்கள்? அடிக்கும்போ சிரிக்கணும். தொடர்ந்து சிரிக்க வைக்க வீட்டிற்கு ஒரு அறை வாங்க வேண்டும். சீக்கிரம். ഓ അടിക്കാൻ വേണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. இப்பவே நம்ம இளவரசன் இப்படி இருந்தா நாளைக்கு அரசனா வந்து என்னென்ன இம்சை பண்ணுவானோ. അത് അടിക്കുമ്പോഴാണ് ചിരി വരുന്നത്. Produced by Shankar. Shankar? Director Shankar തന്നെയാണ്. ചിമ്പുദേവ്. അദ്ദേഹത്തിന്റെയാണ് ഫുൾ കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് തന്നെ ഒരു മറ്റേ പഴയകാലത്തെ പേരാണല്ലോ. 25 വർഷം 3 മാസം 17 ദിവസം 8 മണി. അതായത് ഏകദേശം 25 വയസ്സ്. ആളുടെ എൻട്രി ഒന്നുമല്ല. ശബ്ദം അന്നയും നീയേ അപ്പനും നീയേ என்னை இறைவனும் நீயே. என் அன்பு தந்தையே, உங்கள் புத்திரனாகிய நான் மாவீரன் அலெக்சாண்டர் போல், நெப்போலியன் போல், சாம்ராட்ட அசோகர் போல் மகா பெரிய சக்கரவர்த்தி ஆவதற்கு ஆசீர்வதியுங்கள் தந்தையே, ஆசீர்வதியுங்கள். அச்சன் ஏ பூசாரி, பூஜாவையும் கும்பாவையும் கவட்டைக்கு அடியில் வைப்பது ஓரமாக வை என்று உனக்கு 1000 முறை சொல்லி இருக்கிறேன். உன்னை யாரங்கே யாரங்கே யாரடாங்கே யாரடா நகர பாண்டியா எங்கே சென்றீர்கள்? இந்த பூசாரியை புடனியில் போட்டு காவிசம் பச்சை மிளகாயை கசக்கி கண்ணில் புளியுங்க, கண் அதையும் வரை புளியுங்க. எடுத்து செல்லுங்க மன்னா, இதை மடித்து விடுங்க மன்னா. போடா ஸ்லாங். என் அன்னையே, இறை வடிவமே, 8 மாதத்திற்குள் என்னை ஈன்றெடுத்த வீரத்தாய், என்னை ஆசீர்வதிங்களம்மா. மகனே, ராஜராஜ 23ஆம் புலிகேசி, நீ நீடூழி வாழ வேண்டுமடா. ஆனால் மகனே, நீ சிம்மாசனத்தில் அமர்ந்ததும் உனக்குள் ஏற்படும் மாற்றங்கள் தானடா எனக்கு கலக்கம் தருகிறது. என்னதாயே செய்வது? நாடாளும் அரசன் என்றால் சும்மாவா? என் உடம்பில் ஒடுவது தங்களின் ராஜரத்தம் அல்லவா? வாழும் வேலும் என் 2 கண்கள். போர்க்களம் என்பது இந்த புலிகேசியின் பொழுதுபோக்கு. உறைந்த ரத்தம் நான் உறிஞ்சும் வாசம், உருண்டோடும் தலைகள் பந்துகள். இந்த செங்கோலும் கோட்டையும் தாங்கள் எனக்கு கொடுத்த பரிசு. எதிரிகளின் மகனங்கள் நான் தங்கள் பாதங்களுக்கு அளிக்கும் பரிசு. நான் அதை சொல்லவில்லையடா. நேற்று நீ சிம்மாசனத்தில் 1 மணி நேரம் அசந்து தூங்கி விட்டாயாமே, அதைத்தான் சொன்னேன். தூங்கத்தான் செய்வார்கள். ஏதோ அழுப்பில் கொஞ்சம் அசந்திருப்பேன். உலகையை கட்டி காக்கும் திருமால் கூட எதற்காக பாம்பு படுக்கை வைத்திருக்கின்றார்? இவரையே ராஜராஜ சோழன் கூட போர்க்களத்தில் குதிரையிலே தூங்குவாராம். உன்னை நம்பித்தானேடா இந்த நாடே இருக்கிறது. கடமை செய்யும் நேரத்தில் கண்டபடி தூங்காதே. போடா போடா. வணக்கம் அரசே. மன்னா, என்ன தூங்கி விட்டேனா? அதை பெரிய துக்கமாக பேசுகிறார்கள். என்ன நொப்படியா? வாரம் அமைக்கிறே வாரம். ബോഡി ലാംഗ്വേജ്. ഇരിക്കാനാണ് அமைச்சரே. உத்தரவு மன்னா. எல்லோரும் தயாராக இருக்கிறீர்களா? ആ തുണി എന്തിനായിട്ട് അതിനാണ് തുണി ഇട്ടത്. അവരെ പിടിച്ചു വെക്കാൻ അവിടെ ആൾക്കാർ, അതാ എല്ലാവർക്കും റെഡിയായെന്നൊക്കെ ചോദിച്ചു.
കുട്ടിക്കളി പാടാത്ത രാജാവാണ്. வருடம் முழுவதும் வந்தாலும் மன்னரின் வேகத்திற்கு ஈடு கொடுக்க முடிகிறதா உங்களால்? வீரர்களே, உங்களுக்கு பேர் வீரர்களா? என்றைக்கு என் சிரத்திற்கு சின்னாபண்ணமாக போகிறீர்கள் என்று தெரியவில்லை. ராஜாதி ராஜ ராஜமார்த்தம் ഡയലോഗ് കേട്ടാ. ராஜகுல இளைய ராஜ பராக்கிரம ராஜ வைராக்கிய மாமன்னர் இலக்கியம் புலிகேசி வராக் வராக் வராக். கவனித்தீரா? எதை மன்னா? இவன் பாடிய துதியை கவனித்தீரா? இல்லை மன்னா. நீர் எதைத்தான் சரியாக கவனித்தீர்? எங்கே துதியை இன்னும் ஒருமுறை பாடு. ராஜாதி ராஜ ராஜ மார்த்தாண்ட ராஜ கம்பீர ராஜ குலதலக ராஜ பராக்கிரம ராஜ வைராக்கிய மாமன். இப்பொழுதாவது கவனித்தீரா? ஒன்றும் விளங்கவில்லையே மன்னா. நீரெல்லாம் ஒரு அமைச்சன். ராஜகுலோ துங்குவை விட்டு விட்டார்கள். விட்டு விட்டாரா? நெஞ்சு பொறுக்கவில்லை. இப்பொழுது என் வாளை வாழிല്ല வாளை வீட்டிலேயே வைத்து விட்டேன். யாரங்கே யாரங்கே வந்து விடுவோம் மன்னா. எங்கே நான் தொலைந்தீர்கள்? நகர மாட்டீங்களா? இவனை ஒரு வாரம் சிறையில் அடைத்து குதிரைக்கு போடும் கொள்ளை உணவாக கொடுங்கள். ஒருவேளை மட்டும் உணவு உண்ணும் நேரம் தவிர மற்ற நேரம் முழுவதும் இந்த துதியை இவன் தொடர்ந்து சரியாக பாடிக்கொண்டே இருக்க வேண்டும். எடுத்துச் செல்லுங்கள். ശരിയാക്കി പണിഷ്മെന്റ് ഭയങ്കര കോമഡി രീതിയിലാണല്ലേ. ആ ടെറർ കോമഡിയാണ് പണിഷ്മെന്റ് ഒക്കെ. ഒരു നാടക എഫക്റ്റ് ഇല്ല. வணங்குகிறேன் ராஜகுருவே. வாழிய பல்லாண்டு. நீ வாரி வாரி രാജഗുരുവായ பார்த்து கொண்டுதான் இருந்தேன். അതാണ് ആളുടെ ലക്ഷ്യം. ராஜகுருவாக அல்ல, ஒரு மாமனாக எனது மருமகனின் நுட்பமான அறிவாற்றலை கண்டு வியந்து கொண்டிருக்கின்றேன். வியந்து எல்லாம் தாங்கள் ஊட்டிய அறிவு அமுதம் ராஜகுரு. ഓ അയാളായിരിക്കും കൺട്രോൾ ചെയ്യണേ. അതിനാണ് പറഞ്ഞത്. മറ്റേ ബുദ്ധിയുള്ള ആള്, മറ്റേ കുറച്ചും കൂടി ബുദ്ധി കൂടുതലാണ്. അമരുங்கள் അമരുங்கள். അല്ല, അവര് മറ്റേ നോക്കി വെച്ചല്ലായിരുന്നോ? ഉള്ളിൽ കുഴപ്പം കുറച്ച് ഇതായിട്ടുള്ള ആളെയാണ് എടുത്തേക്ക്. தங்களை காண்பதற்காக வெள்ளையர் தளபதி நிக்சன் துறை வந்துள்ளார். பலி வாங்குவதற்காகத்தான் பண்றான். மாதம் முதல் தேதி ஆகிவிட்டால் நச்சரிப்பு வருது. கப்பம் வரி வட்டி கிஸ்தி மட்டும் பார்த்துக் கொள்கிறேன். வேண்டாம் அண்ணா வேண்டாம். ഇദ്ദേഹം മറ്റേ കോമഡിയിലൊക്കെ ചെയ്യുന്നല്ലേ ഇപ്പം? மாமா அங்கே பாருங்கள் பாருங்கள் என் செல்வங்களே பாருங்கள். நிக்சன் துறையே. நிக்சன் துறையது. சென்னை பட்டணத்தில் சார் ஜான்ஷோர் எப்படி இருக்கிறார்? இஸ் ஃபைன். உங்ககிட்ட பேசணும் சொன்னார். என்னடா வெச்சா நின்று கொண்டே பேசிக் கொண்டிருக்கிறாய்? வா உட்கார்ந்து பேசுவோம். சூடாக என்ன சாப்பிடுகிறாய்? பருத்தி பால் சாப்பிடுகிறாய்? ஓ ஷூர். பருகுங்கள் பருகுங்கள். கவலைப்படாதீர்கள் துரை, எங்களுடைய ஆதரவு எப்போதும் உங்களுக்கு தான். உங்களை போல எல்லாரும் குட் பீப்புள் இல்ல, சில பேர் எதுக்குறாங்க. அப்படியா? யார் என்று சொல்லுங்கள். வரி கட்டாத கயவர்களின் கதையை நாங்களே கண்டாக்கி விடுகிறோம். யாரு? உங்க வீரபாண்டி கத்த பொம்மனா? வீரபாண்டிய கெட்ட பொம்மனா? என்ன புலி மூச்சு வாங்குது? ஐயோ மன்னா, கட்ட பொம்மன் திருநெல்வேலியில் அவன் எல்லாம் இங்கு வரமாட்டான். அப்படியே வந்தால் என்ன? அவனை புறமுகை காட்டி ஓட வைப்பான் இந்த புலிக்கேசி. நீர் அமர மங்கினி. പേടിയാണ്. உங்க அம்புக்கு நன்றி. தேவையும் போது உங்ககிட்ட கேக்குறேன். இல்லை மருமகனே. மாமா, நீங்கள் சொல்வதால் அமர்கின்றேன். இன்னொரு இம்பார்ட்டன்ட் மேட்டர். எங்க நாட்டுல இருந்து சில வியாபாரிங்க உற்சாக பானம் விற்க இங்க வராங்க. அவங்க உங்க ஊர்ல வியாபாரம் செய்ய அனுமதி வேணும். இதற்கு வேண்டுகோள்? இது உங்கள் ஊர், பிறகு என்ன அனுமதி? அது என்ன சோமபானமா நாட்டு சரக்கா? அது சின்ன பசங்க பெரியவங்க எல்லாரும் குடிக்கிற உற்சாக பானம் தான். உற்சாக பானம்? எஸ். அப்புறம் நம்ம தங்கம் கிணறு தோன்ற வேலை நடக்குதா? அனுதினமும் அசத்தி கொண்டு இருக்கிற தங்கம் கிணறா? வெரி கிளாட். எங்கள் எலிசபெத் ராணி கோலாலம்பூரிலும் நம்ம சோலாபுரத்திலும் தான் தங்க கிணறு தோண்ட சொன்னார். தங்கம் மட்டும் கிடைச்சிச்சு, ரொம்ப சந்தோஷப்படுவார். കാര്യം മറ്റേ ஒரு முறை அந்த പൊളിറ്റിക്കൽ தங்க கிணறு போகுமா? நிச்சயமாக. ബ്രിട്ടീഷുകാർ ഇവിടെ ഭയങ്കര വെൽക്കം ചില അതിനെയും കുറച്ചും കൂടി പറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അതിനെ കളിയാക്കുന്ന രീതിയിലാണ് കളിയാക്കുന്ന രീതിയില് അവര് വന്നപ്പോ അങ്ങനെയായിരുന്നില്ലേ ഉറങ്ങുന്ന. உறக்கம். மன்னர் வருவது கூட தெரியாமல் பகலிலே உறக்கமா உனக்கு? துளைத்து விடுவேன். ഉറക്കം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. தூங்கினால் மீசையை மூக்கு வழியாக விட்டு மூளையை குதறி விடுவேன். ஜாக்கிரதை. கிராதகம். ജോണി குத்தி குடைஞ்சல்
സ്വർണ്ണം എടുക്കാൻ വേണ്ടിട്ടാണ്. ஊர் மக்களின் நொங்கை பிதிக்கி அளவா வேலை வாங்கி கொண்டிருக்கின்றேன். விழுந்து விடாதேடா நிச்சா, உன்னை வைத்து நிறைய சாதிக்க வேண்டும். என்ன வேணாலும் செய்வோம். உடையவர்களே, நான் கேட்கிறேன், உங்கள் ஊரில் படித்த மேதையில் வழங்கப்படும் சர் பட்டத்தை எங்கள் மாமன்னருக்கு வழங்கினால் சர் மாமன்னர் 23ஆம் புலிகேசி என்று அழைக்க ஆவலோடு உள்ளோம். പഠിച്ചവരെ நன்றி. அதுக்குள்ள வேலையை நல்லா நடக்கட்டும், நாங்க கிளம்புறோம். ஆமாடா நிச்சா, நானும் கிளம்புகிறேன். எனக்கு உடம்பு சூடாகி விட்டது, சற்று தனித்து விட்டு வருகிறேன். எங்க போய் தனிக்க போற? அந்தப்புறம். ഓ അന്തപുരത്തിൽ மாமன்னர் 23ஆம் புலிகேசி அந்தப்புறம் வருகிறார். பராக் பராக் பராக். வந்து போகலாம். இவள் கஜலட்சுமி. ஆஹா, கொடி இடை என்பார்களே, அது இதுதான். ஏன் கண்ணு, உன் இடையில் என்ன கொடி பட வருவாய்? முல்லை கொடியா அல்லது மல்லி கொடியா? போங்கள் மன்னா, நீங்கள் ஒரு குறும்புக்காரக்காரே. சற்று பொருள், ஆபரணங்களை கலைத்து விட்டு வருகிறேன். யாரங்க? என்னடா குவிந்து கிடக்கிறீர்கள்? மன்னரை காணவில்லையே. யாரெങ്കിലും എല്ലാരും കൂടെ ഇവിടെ நீங்கள் எழுந்திருங்கள், எழுந்திருங்கள், எழுந்திருங்கள் மன்னா. அழைத்தீர்களா? லாகட மாண்டிகளா, அரண்மனையில் வேறு எங்கிருந்து கூப்பிட்டாலும் ஒருவன் வருவதில்லை. அந்த புறத்திலிருந்து கூப்பிட்டால் மட்டும் நிமிர்ந்துக் கொள்ள பார்த்தீர்கள். அமைச்சரே, இவர்கள் அனைவரையும் அரண்மனை மொட்டை மாடிக்கு கொண்டு சென்று ஆடைகளை உருவி அம்மனமாக வெயிலில் போட்டு உருட்டு. பனிஷ்மெண்ட் ஒன்றாக சேர்ந்து என் மேல் படுத்தது போல் இருந்தது. சற்று தாமதித்திருந்தால் என் சோழியை முடித்திருப்பார். என்ன கிளவி இழுத்துக் கொண்டிருக்கின்றாய்? குமைகள் குமைந்து கிடக்கும் இந்த அண்டப்புறத்திற்குள் பாட வேண்டிய ராகமாயுது. அடிக்கிற அடியில் தாரை தப்பட்டைகள் கிழிந்து தொங்க வேண்டாம். വേറെ പാട്ടാണ്. പാട്ട് വേറെ സ്റ്റൈൽ വേണമെന്ന് അറിയുന്നത്. കേട്ടിട്ടുണ്ട് ഈ പാട്ട്. പാട്ട് വേറെ തന്നെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും രസമല്ലേ? കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ശരിക്കും ആ സോങ് എവിടേക്ക് കേട്ട പോലെ നല്ല രസമുണ്ട്. അതായത് ആ ഒരു മറ്റേ ആ ഒരു കോമഡി മോഡലിൽ തന്നെ ആ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ജസ്റ്റ് കോമഡിക്ക് പുറമെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം എവിടേക്കോ ഒരു സർക്കാസം രീതിയിൽ കുറെ സംഭവങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിച്ചിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അതായത് എന്താ പറയാ, നമ്മള് കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു ബ്രിട്ടീഷുകാർ നമ്മളിവിടെ വന്ന സമയത്ത് കുറെ രാജാക്കന്മാരാണ്, അവർക്ക് കുറെ വളം വെച്ച് കൊടുത്തത്. അതായത് അവരുടെ ഇടയിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങള് എന്താ പറയാ, അവര് വെറുതെ അനാവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്ന രീതിയിൽ അവർ വല്ലാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇവർക്കും കാര്യങ്ങൾ നടക്കണം, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ്. ആകെ കുറച്ചുപേരല്ലേ ഫസ്റ്റ് വന്നത്, പിന്നെയല്ല അവര് കുറെ ആൾക്കാർ. പിന്നെ നമ്മള് കേട്ടിട്ടില്ല ഇവിടെ നിന്നുള്ള കുറെ അധികം സ്വർണ്ണങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അതും ഇവരെന്നെ വഴിവെച്ചു കൊടുത്തേക്കണം. എനിക്ക് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു കോമഡി രീതിയിൽ നമ്മളും കൂടി മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഇറക്കിയ പടം കൂടി ഞാൻ തോന്നുന്നുണ്ട്. നമ്മളെ നാസറിന്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ആളെന്ന് പറയുന്നത് എനിക്കൊന്ന് ഫസ്റ്റ് മുതലേ ഒരു വില്ലൻ ഷെയ്ഡ് സംഭവം ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ 2 കുട്ടികൾ വന്ന സമയത്ത് 2 കുട്ടികളുടെ ഒരു കുട്ടീനെ മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. അത് അവർക്ക് അറിയില്ല. ഇല്ല, അവർക്ക് അറിയില്ല. മെയിൻ ആൾക്കാർക്ക് അച്ഛൻ അറിയില്ലല്ലോ. ഇല്ല, അവർക്കറിയില്ല. അവരോട് പറഞ്ഞില്ല. അതെന്ന് വെച്ചാല് 2 പേര് വന്നു കഴിഞ്ഞാല്, കാരണം ഇതിൽ ആർക്കാണ് ശരിക്കും ബുദ്ധി ഉള്ളതും അല്ലെങ്കിൽ ആരാണ് ഈ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് നോക്കിയതിന് ശേഷം ആ കുഴപ്പമില്ലാത്ത ഒരാളെയാണ് ഇവിടെ. അതായത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതല്ല, പക്ഷെ 2 പേരും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഒരെണ്ണം എന്റർടൈനറും ചെയ്യുന്ന ആളും ഒരാളും കുറച്ചു, അതായത് അവരെന്നെ സ്ട്രോങ് ആവില്ലേ. അപ്പൊ സ്ട്രോങ് ആവാൻ പാടില്ല. കാരണം സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നാസറിന് രാജഗുരു ആവാൻ പറ്റില്ല. ഏകദേശം രാജഗുരുവായ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, അതായത് ഇരിക്കാൻ പറയുന്നവരും, അതായത് എല്ലാം പുള്ളിയുടെ കൺട്രോളിലാണ് സംഭവങ്ങളുള്ളത്. അപ്പൊ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഉപയോഗിച്ച നാടിനെ തന്നെ മുടിപ്പിച്ച ഒരു സംഭവം, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതായത് എന്താ പറയാ, ചെറിയ ചെറിയ ഈ മറ്റേ കുശുമ്പ് മുന്നായ്മകളൊക്കെ കൊണ്ടിട്ടാണ് നമ്മളുടെ നാട് തന്നെ അവർ കൊള്ളയടിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അതുപോലെയാണ് അത് നമ്മള് നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കോമഡീസ് ആണെന്നുണ്ടെങ്കിലും അല്ല, നമുക്ക് ഏകദേശം മനസ്സിലാവും. പ്രത്യേകിച്ച് ഡയലോഗ് അടക്കം ഡയലോഗും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിന്റെ സീനിന്റെ ആ ഒരു നമ്മൾക്ക് മലയാളമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ, പ്രത്യേകിച്ച് ഉറക്കം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. തൂങ്ങുന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഉറക്കം എന്ന് പറയും, രണ്ടും പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളറിയില്ല, പണ്ട് മുതലേ നമ്മൾ കേട്ടേക്കുന്നത് എന്താ അറിയോ, തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്നുള്ളത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് പൊന്നിയിൻ സെൽവന്റെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതായിരിക്കണം. കുറച്ച് മലയാളം വേർഡ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. പിന്നെ എന്താ പറയാ, ഭയങ്കര മറ്റേ രീതിയിലുള്ള വല്ല ഇടയ്ക്ക് 1-2 പ്രാവശ്യം അങ്ങനെ വരുന്നുള്ളൂ.
അത് പിന്നെ സീൻ ബൈ സീൻ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചെയ്യും. പിന്നെ അത് നമ്മൾ ആസ്വാദനത്തിന് ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെയാണ് എടുത്തു പറയുന്നത്. പിന്നെ ആ മീശ എടുത്ത് കുത്തിയതും പിന്നെ മറ്റേ ഇറങ്ങി വന്നതും അതൊക്കെ നമ്മളെ ഒരു കുട്ടിക്കളിയില്ലേ ആ ഒരു സംഭവത്തില് എവിടെയൊക്കെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ഫീൽ ഇല്ലേ, അത് അതിൽ തന്നെ ഭയങ്കര കോമഡി നാടകം എന്നൊക്കെ പറയില്ല, ആ ഒരു ഫീൽ എനിക്കൊന്ന് ഇനി ട്വിൻ ബ്രദറിനെ കുറിച്ചിട്ടും കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ അദ്ദേഹം കുറച്ചുകൂടി മെച്യൂർ ആയിട്ടില്ലെങ്കിൽ എന്നുള്ള പറയില്ലേ, സ്വയബുദ്ധി എന്നല്ലേ പറയുന്നത്, അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇതുവരെ കാണിച്ച സംഭവം ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും മിക്സ് വെയിറ്റിംഗ് ഫോർ സീൻ എന്താ വരാൻ പോകുന്നത് എന്നുള്ളത് അപ്പൊ നോക്കാം.